ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കന്നിയായില്യത്തിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾ അതിവിശിഷ്ടമായ നാഗപൂജകളാൽ കൂടുതൽ ചൈതന്യവത്തായി. കന്നിമാസത്തിലെ ആയില്യം തൊഴുതാൽ ഒരു വർഷത്തെ ആയില്യപൂജ തൊഴുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. നാഗദൈവങ്ങളുടെ പ്രീതിയാൽ കുലവും കുടുംബവും തറവാടും അനുഗ്രഹ നിറവിൽ ഐശ്വര്യപൂർണമായി തീരുന്നു. 2025 2 കന്നി ആയില്യങ്ങളാണ് വന്നത്. സെപ്റ്റംബർ 18 വ്യാഴാഴ്ചയായിരുന്നു ആദ്യത്തെ ആയില്യം. ഒക്ടോബർ 16 വ്യാഴാഴ്ചയാണ് രണ്ടാമത്തേത്. ആദ്യത്തെ ആയില്യത്തിൽ പുലർച്ചെ വരെയായിരുന്നു പൂജകൾ ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ടാമത്തെ ആയില്യത്തിൽ വൈകുന്നേരവും ആയില്യപൂജ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച രാവിലെ 7 മണി 5 മിനിറ്റ് വരെ മാത്രമേ ആയില്യം നക്ഷത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒക്ടോബർ 16 വൈകുന്നേരം 7 മുതൽ 9 വരെ അനന്തൻകാവിൽ ആയില്യം പൂജ നടന്നു. അനന്തൻകാവിൽ നാഗലക്ഷ്മി ക്ഷേത്രം നാഗപൂജകളെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ്. നാഗശാപം മാറാനും പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങൾ മാറുന്നതിനും നാഗരാജ പൂജ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ സർപ്പസംബന്ധമായ ശാപങ്ങൾ അകറ്റാനുള്ള പരിഹാരമാണ് സർപ്പബലി. എല്ലാ മാസവും വിശേഷമായി ആയില്യം പൂജ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ കന്നിയിലെ 2 ആയില്യത്തിലും വിപുലമായി തന്നെ ആഘോഷങ്ങൾ നടന്നു. പാലക്കാട് ചിറ്റൂർ കേണംപുള്ളി മലയിൽ ഇപ്രകാരം ഈ മാസത്തിലെ ആദ്യ ആയില്യത്തിൽ എന്ന പോലെ രണ്ടാം ആയില്യത്തിലും വിശേഷ പൂജകൾ അതിഗംഭീരമായി തന്നെ നടന്നു. കുന്നിൻ മുകളിലെ മനോഹര ബാലമുരുക ക്ഷേത്രമാണ് കേണംപുള്ളി ചെറുബാല എന്ന ഈ ക്ഷേത്രം. 6 മൂർത്തി ക്ഷേത്രമായ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ബാലമുരുകനാണ്. ഈ ക്ഷേത്രത്തിൽ എല്ലാ മാസങ്ങളിലെയും കാർത്തിക, ഷഷ്ഠി എന്നീ വിശേഷാൽ ആഘോഷങ്ങൾ പോലെ തന്നെ അതിവിശേഷമായ ആഘോഷമാണ് ആയില്യം. ഇത്തവണ എത്തിയ 2 കന്നി ആയില്യ ആഘോഷത്തിലും പങ്കുകൊള്ളാനായത് മുരുക ഭക്തർക്ക് ഏറെ ആവേശകരമായി. പ്രകൃതി രമണീയമായ നിശബ്ദത തുളുമ്പുന്ന തീർത്തും ഭക്തിസാന്ദ്രമായ ഈ ക്ഷേത്രത്തിലെ നാഗസാന്നിധ്യവും അനിർവചനീയമായ ആത്മീയാനുഭൂതിയും അനുഭവിച്ചറിഞ്ഞതിന്റെ ആനന്ദത്തിലായിരുന്നു അവർ. ഈ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ നാഗപ്രതിഷ്ഠയുള്ള കേരളത്തിലെ എല്ലാ ക്ഷേത്രത്തിലും കന്നി ആയില്യ ആഘോഷം അതിവിപുലമായി തന്നെ നടന്നു. നാഗപുണ്യത്തിന്റെ നിറവിലാണ് ആയില്യം തൊഴുത ഭക്തർ.